വലിയ പ്രതിഷേധം രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അജിയുടെ മൃതദേഹവുമായി മാനന്തവാടി ടൗണിൽ ആളുകൾ പ്രതിഷേധിക്കുന്നതാണ്. വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് അവരുടെ ജീവിതത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ പ്രതിഷേധം തന്നെയാണ്. അതൊരു സ്വാഭാവിക പ്രതിഷേധമാകുന്നു. അതിനെ ആ രീതിയിൽ തന്നെ നമ്മളത് കാണുകയും അതിനെ ആ രീതിയിൽ അഡ്രസ്സ് ചെയ്യേണ്ടി വരികയും ചെയ്യണം. കാരണം അതങ്ങനെയാണ് നമ്മൾ അതിനെ കണക്കിലെടുക്കേണ്ടത്. എനിക്കൊന്ന് സർക്കാരും അതിനെ ആ ഗൗരവത്തോടെ തന്നെയാണ് കണക്കിലെടുത്തത്. അതിനൊരു ആളുകളുടെ സ്വാഭാവിക പ്രതികരണം എന്ന നിലയിൽ അവരുടെ ജീവിത പ്രശ്നങ്ങളെ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ളൊരു പ്രതിഷേധം എന്ന നിലയിലാണ് സർക്കാരും അതിനെ കണ്ടിരിക്കുന്നത്. അനുനയ ശ്രമങ്ങൾ നടക്കുകയാണ്. കാരണം ഈ പ്രതിഷേധം അവസാനിപ്പിക്കേണ്ടതുണ്ട് ഒരു വശത്ത്, മറുവശത്ത് ആനയെ പിടികൂടേണ്ടതുമുണ്ട്, അല്ലെങ്കിൽ കാട്ടിലേക്ക് തിരികെ അയക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിൽക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. വലിയ തോതിൽ ആളുകൾ സംഘടിച്ചിട്ടുണ്ട്. കാരണം മാനന്തവാടി ടൗണിലാണ്, ഒന്ന് ഓർക്കണം, ഈ മാനന്തവാടി ടൗൺ എന്ന് പറയുമ്പോൾ ഒരു നഗരസഭയാണ്. ആ നഗരസഭയിലേക്ക് ഇത്തരത്തിൽ കാടിറങ്ങി വന്യമൃഗങ്ങൾ വന്ന് സ്ഥിരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം രൂക്ഷമാണ് അവിടുത്തെ വന്യമൃഗ ശല്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധങ്ങളിലേക്ക് പോയത്. മൃതദേഹം ഏന്തി പ്രതിഷേധിക്കുന്നു നാട്ടുകാർ. അതിൽ വലിയ തോതിൽ ആളുകൾ കൂടി നിൽക്കുകയും ആളുകൾ മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവിടുത്തെ ആ പ്രദേശത്തെ ജനപ്രതിനിധികളടക്കം ശക്തമായ നിലപാടുകൾ ഈ വിഷയത്തിൽ സ്വീകരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ OR കേളു MLA അടക്കം പറഞ്ഞു, ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കേണ്ടതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുള്ള ഇടപെടലുകൾ ആദ്യം ഉണ്ടാകണമെന്ന് OR കേളു MLA ഇപ്പോൾ കളക്ടറും ഒക്കെയായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി. ജനപ്രതിനിധികളും ആ രീതിയിൽ ഏറ്റവും നാട്ടുകാരോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള സമീപനം തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം അവർക്കൊപ്പം നിൽക്കാതെ ഈ ഘട്ടത്തിൽ മറ്റു മാർഗ്ഗങ്ങളില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അവർ അനാവശ്യമായ ഒരു കാര്യത്തിനല്ല സമരം ചെയ്യുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ ആ സമരത്തെ കാണുന്നു, ആ രീതിയിൽ ആ സമരത്തിന് പിന്തുണ നൽകുകയും ചെയ്യുകയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മറുവശത്ത് ഈ ആനയെ പിടികൂടാനും ഈ പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാനുമുള്ള ഇടപെടലുകൾ സജീവമായി ഉണ്ടാകുന്നു എന്നതും ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ നാട്ടുകാരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ആനയെ എത്രയും വേഗം പിടികൂടണമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ആ മയക്കുവെടി വയ്ക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ വെല്ലുവിളികൾ ഇപ്പോൾ ഉണ്ട്. ഒന്ന്, ആന ജനവാസ കേന്ദ്രത്തിന് അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇത്രയും ആക്രമണകാരിയായ ഒരു ആനയെ വളരെ വേഗത്തിൽ മയക്കുവെടി വയ്ക്കാൻ പോയാൽ അത് ഈ മയക്കുവെടി ഏറ്റതിന് ശേഷം അത് കുതിറി ഓടുന്ന സാഹചര്യം ഉണ്ടാകാം. അപ്പോൾ എന്തൊക്കെ അപകടങ്ങൾ സൃഷ്ടിക്കുമെന്ന് അറിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മയക്കുവെടി വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിന്റെ മുൻപിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ആ രീതിയിലുള്ള കാര്യങ്ങൾ എങ്ങനെ പരിഹരിക്കാം അല്ലെങ്കിൽ എങ്ങനെ മറികടക്കാം എന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചതിന് ശേഷം മാത്രമായിരിക്കാം മയക്കുവെടിയെക്കുറിച്ച് ആലോചിക്കുക. പക്ഷേ അതിനു മുൻപ് കാട്ടിലേക്ക് തുരത്താൻ പറ്റുമോ എന്നതാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. വലിയൊരു പ്രതിഷേധം രൂപപ്പെട്ടു വരുന്ന സാഹചര്യത്തിൽ എത്രയും വേഗം അത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. തീർച്ചയായും ആ പ്രതിഷേധം പോലും ഒരു വലിയ നിസ്സഹായാവസ്ഥയാണെന്ന് പറയേണ്ടി വരും. കാരണം രാവിലെ കൊല്ലപ്പെട്ട് അപ്രതീക്ഷിതമായാണ് അദ്ദേഹത്തിന് ജീവൻ നഷ്ടമായത്. ആ വ്യക്തിയുടെ മൃതദേഹവും വഹിച്ച് വയനാട് മാനന്തവാടി ടൗൺ ചുറ്റി ഇപ്പോൾ ആ പ്രതിഷേധം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ജനകീയ പ്രതിഷേധത്തിന് എല്ലാവിധമായ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം എങ്ങനെ എന്ന ഒരു വഴി ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഏറ്റവും അടിയന്തരമായി ഈ ആനയെ തുരത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് അത് വനംവകുപ്പിനായാലും സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. കാര്യങ്ങൾ കൃത്യമായി